ഇത് വെറും 60,000. ഇതാണെങ്കിലോ വെറും 26,000. ആ കിടക്കുന്നത് വെറും 50,000. അതായത് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള യൂസ്ഡ് വെഹിക്കിൾസ് ആണ് ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത്. അത് നല്ല ലാഭത്തിൽ വരുമാന മാർഗം ആഗ്രഹിച്ചിട്ട് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് അന്വേഷിച്ചിറക്കുന്ന ആളുകളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സാധാരണക്കാരൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് പല കച്ചവടമുണ്ട് വണ്ടി വെച്ച് തുടങ്ങാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡി ക്യാഷിന് വാങ്ങാൻ പറ്റുന്ന, അതായത് ചെറിയ എമൗണ്ട് മാത്രം മുടക്കിയിട്ട് നമ്മുടെ വരുമാന നമുക്ക് സെറ്റാക്കാൻ പറ്റുന്ന കുറച്ച് വാഹനങ്ങൾ, ഏകദേശം ഒരു 28ഓളം വാഹനങ്ങളാണ് സ്റ്റോക്ക് ഉള്ളത്. 28ഓളം വാഹനങ്ങൾ ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ഡിലേ വരുത്തണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര പെട്ടെന്ന് വിളിക്കാൻ പറ്റുമോ അത്ര പെട്ടെന്ന് വിളിക്കുക. കാരണം നമ്മൾ വീഡിയോ ചെയ്യാൻ വരുന്ന സമയത്ത് തന്നെ 1-2 വാഹനങ്ങൾ സെയിലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സമയം നീട്ടി വെക്കണ്ട എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒട്ടുമിക്ക വാഹനങ്ങൾ 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള, വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈൻറ്റ് ഒന്നുമില്ലാത്ത നല്ല കണ്ടീഷൻ വെഹിക്കിൾസ് ആണ്. ഇതിനൊക്കെ ഏകദേശം ഇവർ ഇട്ടിരിക്കുന്ന പ്രൈസ് 2022 മോഡലിനൊക്കെ 1,60,000 രൂപയാണ്. മഹേന്ദ്ര ജീറ്റോ ഒക്കെ വെറും 60,000 രൂപ മാത്രമാണ് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസ് ആണ്. വണ്ടിയുടെ മാർക്കറ്റ് വിലയേക്കാൾ താഴ്ത്തിയിട്ടാണ് വില ഇവർ നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ടത് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള വണ്ടികളാണ്. ഇതൊക്കെ സാധാരണ റെക്സിൻ അല്ല, പഫ് റെക്സിൻ എന്നാണ് പറയുക. കാരണം കൂളിംഗ് നിലനിർത്താൻ പറ്റുന്ന ലെവലിലുള്ള റെക്സിൻ വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ വണ്ടിയിൽ തുരുമ്പും കാര്യങ്ങളും കയറാതിരിക്കാനുള്ള SS-ന്റെ ബോഡി കവർ ചെയ്തിട്ടുണ്ട്. SS-ന്റെ എടുത്ത് പറയുന്ന വണ്ടി, അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാം. ഏകദേശം SS-ന്റെ വർക്ക് ചെയ്യണമെങ്കിൽ 15,000 രൂപയുടെ മുകളിലാണ് വരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഷീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു വാഹനമൊക്കെ എടുക്കുമ്പോൾ എന്താണ് ഗുണമെന്ന് ചോദിക്കുമ്പോൾ വണ്ടിയുടെ വില മാത്രമാണ് ഇവർ കാണുന്നത്. 60,000 70,000 രൂപ കൊടുത്തിട്ട് സെറ്റ് ചെയ്യുന്ന ഇതുപോലെയുള്ള പഫ് ബോഡി ടൈപ്പ് വാഹനങ്ങൾ, അതിൻ്റെ വില ഇവർ കാണുന്നില്ല. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു വെജിറ്റബിൾ അതുപോലെ തന്നെ മീൻ കച്ചവടമൊക്കെ നോക്കുകയാണെങ്കിൽ തണവും കാര്യങ്ങളൊക്കെ ഉണ്ടോ, തണവും കാര്യങ്ങളൊക്കെ അതേപോലെ നിലനിർത്തുന്ന ബോഡി ടൈപ്പാണ് ഈ വാഹനമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മീൻ കച്ചവടം അതുപോലെ തന്നെ വെജിറ്റബിൾ കച്ചവടം, മറ്റുള്ള നമ്മുടെ ഐഡിയകൾ എന്താണോ അതിനനുസരിച്ചുള്ള വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇതിനൊക്കെ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് വരുന്നത് 60,000-ന്റെ മുകളിൽ നമുക്ക് വരുന്നുണ്ട്. അതൊന്നും ഇവർ കണക്കാക്കുന്നില്ല. വണ്ടിയുടെ വില മാർക്കറ്റ് വിലനേക്കാളും കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. കാരണം കമ്പനി വലുതാവുമ്പോൾ ഇവർക്ക് ചെറുവാഹനങ്ങൾ ആവശ്യമില്ല, വലിയ വാഹനങ്ങളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ബൾക്കായിട്ട് പുതിയത് ഒരുപാട് വാഹനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കമ്പനി വാഹനങ്ങൾ തന്നെ നല്ല രീതിയിൽ ആളുകൾക്ക് ഉപയോഗപ്പെടട്ടെ എന്ന് കരുതിയിട്ട് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അവസരം ആർക്കും വേണ്ടി കാത്തിരിക്കില്ല. എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ അത്ര കോൺടാക്ട് ചെയ്ത് ഒരു വാഹനം സ്വന്തമാക്കുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇപ്പോൾ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുകൊണ്ട് ഉപകാരമൊന്നും ആയില്ലെങ്കിൽ, നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നല്ലൊരു വാഹനം വരുമാന മാർഗം ആഗ്രഹിച്ചിട്ട് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഷെയർ ചെയ്യുക.